हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔദുബില്ലാഹി മിനശ്ശൈത്താനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേക്ഷകരെ, ഇന്ന് 15 മാർച്ച് 2025 ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയുമാണ്. GMTയുടെ അടിസ്ഥാനത്തിൽ ഈ സമയത്ത് 4:30 മണിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് രാഹുദയുടെ സമയമാണ്. ഖാദിയാൽ നിന്നുകൊണ്ട് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമുമായിട്ട് രാഹുദായുമായിട്ട് 4 എപ്പിസോഡുമായിട്ടാണ് നാം വന്നിരിക്കുന്നത്. ഈ എപ്പിസോഡ് ഈ സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ്. വിശുദ്ധ ഖുർആൻ്റെ പ്രാധാന്യത്തെയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും സംബന്ധിച്ചായിരിക്കും നാം സംസാരിക്കുക. ഞങ്ങൾക്കറിയുന്ന പോലെ രാഹുദ ലൈവ് ആയതോടൊപ്പം തന്നെ ഒരു ഇൻട്രാക്റ്റീവ് പ്രോഗ്രാമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തങ്ങളുടെ ചോദ്യങ്ങളാൽ നമ്മുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ പാനലിൽ വെച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ അതിനുള്ള ഉത്തരം നൽകുന്നതാണ്. ഈ പ്രോഗ്രാമിൽ തന്നെ അവർ ഇതിനുള്ള ഉത്തരങ്ങൾ അത് നൽകുന്നതാണ്. നമ്മോടൊപ്പം ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസ് മുഖാന്തരം ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ പണ്ഡിതന്മാരുടെ പാനൽ അവർ നാം ക്ഷണിക്കുകയാണ്. മുനീർ അഹമ്മദ് ഖാദിം സാഹിബ്, കെ താരിഖ് അഹമ്മദ് സാഹിബ് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. രണ്ടുപേരും ഞാൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സിയാമു വൽ ഖുർആനു യഷ്ഫാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. അതായത് നോമ്പും അതുപോലെ തന്നെ ശുദ്ധ ഖുർആനും ഖിയാമത്ത് നാളിൽ ദാസന് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. നോമ്പ് പറയുന്നതാണ്, ഞാൻ ഈ വ്യക്തിയെ രാവിലെ സമയങ്ങളിൽ കുടിക്കാനും ഭക്ഷിക്കാനും ഞാൻ അവനെ തടഞ്ഞു നിർത്തുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്, ഞാൻ ഈ വ്യക്തിയെ രാത്രി സമയത്ത് ഉറങ്ങുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തി. അതുകൊണ്ട് ഇവൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ സ്വീകരിച്ചാലും. അവിടുന്ന് പറയുന്നു, ഈ നോമ്പും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെയും ഇതിൻ്റെ ശുപാർശ അത് സ്വീകരിക്കപ്പെടുന്നതാണ്. ഇതിനുശേഷം ഞാൻ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം മൗലാന മുനീർ അഹമ്മദ് ഖാദിം സാഹിബിനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, പക്ഷേ അവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം, അത് തിലാവത്ത് ചെയ്യേണ്ട ഉദ്ദേശം അത് അറിയില്ല. അതെന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വിശദീകരിച്ചാലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനെ യഥാർത്ഥ രീതിയിൽ വായിക്കാനും അതിനെ മനസ്സിലാക്കാനും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചുമതല അത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് നൽകിയിരിക്കുന്നത്. അവിടുത്തെ ശേഷം അവിടുത്തെ ഖലീഫമാർക്കുമാണ് നൽകിയിരിക്കുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മുന്നേ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നെന്നാൽ അവർ ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനെയും അവർ അതിനെ മറന്നിരുന്നു, തിരസ്കരിച്ചിരുന്നു. അതിൽ ഫലമായിക്കൊണ്ട് അന്യർക്ക് ഇസ്ലാമിൻ്റെ മുകളിൽ ആക്ഷേപത്തിന് വഴിയുണ്ടാകുകയുണ്ടായി. ഇത് സംബന്ധമായിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേ തന്നെ പ്രവചന രൂപേണ പറഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ മുകളിൽ ഒരു കാലം വരുന്നതാണ്. മിഷ്കാത്ത് എന്നുള്ള ഗ്രന്ഥത്തിലാണ് ഈ ഒരു ഹദീസ്, ഈ ഒരു പ്രവചനം വന്നിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടം വരുന്നതാണ്, ലാ യബഖാ മിനൽ ഇസ്ലാം ഇല്ലസ്മുഹു, ഇസ്ലാം വെറും നാമമാത്രമായി അവശേഷിക്കുന്നതാണ്. വലാ യബഖാ മിനൽ ഖുർആനി ഇല്ല റസ്മുഹു, വിശുദ്ധ ഖുർആൻ്റെ വെറും വാക്കുകൾ മാത്രം അവശേഷിക്കുന്നതാണ്.
തുടർന്ന് പറയുന്നു മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാവും മിനൽ ഹുദ. അവരുടെ പള്ളികൾ, ആ വഴികെട്ട മുസ്ലിങ്ങളുടെ പള്ളികൾ, അവരുടെ പള്ളികൾ അത് തിങ്ങി നിറഞ്ഞിരിക്കുകയായിരിക്കും, പക്ഷേ ഹിദായത്ത്, നേർമാർഗം അതിലുണ്ടാവുകയില്ല. നേർമാർഗത്തിൻ്റെ കാര്യത്തിൽ അതിൽ ഒരാളുണ്ടാകില്ല. ഇസ്ലാം ഒരു നാമമാത്രമാകുന്നതാണ്. വിശുദ്ധ ഖുർആൻ വെറും വാക്കുകൾ മാത്രമാകുന്നതാണ്. പള്ളികൾ ഉണ്ടാകും, പക്ഷെ അതിൽ ഹിദായത്ത്, നേർമാർഗം ഉണ്ടാവുകയില്ല. പറയുന്നു ഉലമാഹും ഷറുൻ തഹ്തമനദീമിസമ. ആ ആകാശത്തിന് കീഴിൽ എന്തെല്ലാം ജീവികളാണുള്ളത്, ആ എല്ലാ ജീവികളിലും ആ കാലഘട്ടത്തിൽ ആ പണ്ഡിതന്മാർ അവർ ഏറ്റവും നികൃഷ്ടരായിട്ടുള്ള ജീവികളായിരിക്കും. അവരിൽ നിന്ന് ഫിത്ന പുറപ്പെടുന്നതാണ്, അവരിലേക്ക് തന്നെ മടങ്ങുന്നതുമാണ്. വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള മുസ്ലിങ്ങൾക്ക് അത് അറിയാത്ത കാരണം, അറിയില്ല. ഇസ്ലാം അത് നാം മാത്രം വിശ്വസിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാന കാരണം അത് ഈ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരാണ് അഹമ്മദിയത്തിൽ നിന്ന് പുറത്തുള്ള പണ്ഡിതന്മാരാണ്, അഹമ്മദിയത്തിനെ സ്വീകരിക്കാത്ത പണ്ഡിതന്മാർ. അതിൻ്റെ കാരണം ഇതാണ്. നിങ്ങൾ നോക്കുക, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, പ്രകടമായ കാര്യമാണ്. വിശുദ്ധ ഖുർആനെ വെറും ഒരു സമ്പാദ്യ വസ്തുവാക്കി മാറ്റിയിരിക്കുകയാണ് അവർ. വിശുദ്ധ ഖുർആനിൽ നിന്ന് അത് താവീസ് ചെയ്യുക, അതിനെ ഊതുക, ജിന്നുകളെ പായിപ്പിക്കുക. വിശുദ്ധ ഈ ഇന്ന ആയത്ത് വായിച്ചാൽ നിങ്ങളുടെ കിഡ്നി റെഡിയാകും, നിങ്ങളുടെ കടം വീടണമെങ്കിൽ ഇന്ന സൂറത്ത് വായിക്കുക. ഇങ്ങനെ മന്ത്രവാദിപരമായിട്ടുള്ള ജൽപ്പനങ്ങളാണ്, അങ്ങനെയുള്ള പരിപാടികളാണ് ഇവർ വിശുദ്ധ ഖുർആനെ കൊണ്ട് ചെയ്യുന്നത്. ഒരു കച്ചവട വസ്തുവാക്കിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ തർജ്ജമ അവർ വായിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ വായിക്കുന്നത് പോട്ടെ, വിശുദ്ധ ഖുർആൻ്റെ വാക്കുകൾ മാത്രമാണ് വായിക്കുന്നത്. തത്തയെപ്പോലെ അതിനെ ഉരുടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തർജ്ജമ എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഈ പണ്ഡിതന്മാർ ഇത് സംബന്ധമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അവർ ആകാശത്തിന് കീഴിൽ ഏറ്റവും നികൃഷ്ടരായിട്ടുള്ള സൃഷ്ടികളായിരിക്കും. അവർ വിശുദ്ധ ഖുർആൻ്റെ യഥാർത്ഥ അർത്ഥം അത് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവർ നോക്കുക, അധികം നിങ്ങൾ കാണുന്നതാണ്, സാധാരണ മുസ്ലിങ്ങൾക്ക് അത് വിശുദ്ധ ഖുർആൻ തർജ്ജമ വായിക്കുക എന്നുള്ളത് അത് പാടില്ല, വായിച്ചാൽ അവർ വഴികേടിലാവുന്നവർ പറയുന്നു. വിശുദ്ധ ഖുർആൻ്റെ തഫ്സീറുകൾ, വ്യാഖ്യാനങ്ങൾ, അത് ഇന്ന് വരെ പല തഫ്സീറുകളും എഴുതിയിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ അവർ കടത്തിയിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ്റെ വിശുദ്ധ ഖുർആനെ ഇകഴ്ത്തുകയാണ് ആ തഫ്സീർ കൊണ്ട് ചെയ്യുന്നത്. ചില തഫ്സീറുകൾ അവർ പറയുന്നു വിശുദ്ധ ഖുർആൻ അധികം പല ആയത്തുകളും അത് ചില ആയത്തുകളെ അത് മൻസൂഖ് ചെയ്യുന്നു, അസാധുവാക്കിയിരിക്കുന്നുവെന്നും. ചില ആയത്തുകൾ നാസിഖാണ്, ചിലത് മൻസൂഖാണ്. അതായത് ചില ആയത്തുകളെ അസാധുവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. 500 ആയത്തുകൾ വരെ നാസിഖായിട്ടും മൻസൂഖായിട്ടും ഇങ്ങനെയുള്ള ആയത്തുകളുണ്ടെന്ന് അവർ പറയുന്നു. ചില ആൾക്കാർ പറയുന്നു വിശുദ്ധ ഖുർആനിൽ അത് എഴുതപ്പെട്ടിട്ടില്ല, വിശുദ്ധ ഖുർആനിൽ അങ്ങനത്തെ ആയത്തുകളുണ്ട് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഒരു വലിയൊരു പണ്ഡിതൻ പറയുന്നു വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ലക്കും ദീനക്കും വലിയ ദീൻ എന്നുള്ള ആയത്ത് ഇത് മൻസൂഖായപ്പെട്ട ആയത്താണെന്ന് അവർ പറയുന്നു. ഇതിൻ്റെ അതായത് ഖിതാൽ, അതായത് യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള ആയത്തുകൾ, ജിഹാദിനെ സംബന്ധിച്ചുള്ള ആയത്തുകൾ ഈ ആയത്തിനെ അതിനെ അസാധുവാക്കി എന്നവർ പറയുന്നു. അതായത് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അത് ഇനി ഇല്ല എന്നവർ വാദിക്കുന്നു. ഇനി വെറും യുദ്ധം മാത്രമാണ്, വിശ്വസിക്കുക അല്ലെങ്കിൽ യുദ്ധം എന്നാണ് അവർ പറയുന്നത്. ഇതൽ ലക്കും ദീനക്കും വലിയ ദീൻ അതതിൻ്റെ വാക്കുകൾ വിശുദ്ധ ഖുർആനിലുണ്ടെങ്കിലും അതിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ തഫ്സീറിൽ എഴുതുന്നു ചില കൽപ്പനകൾ അത് മൻസൂഖായിട്ടുണ്ട്. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആൻ അതിലുണ്ട് ചില ആയത്തുകൾ അതിപ്പോൾ ഇല്ല. അവർ പറയുന്നു ഒരു അതായത് വ്യഭിചരിക്കുന്ന വൃദ്ധനും വൃദ്ധയും അവരെ കല്ലെറിയുക എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ ഇതില്ല, അത് മായ്ക്കപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം അവർ വാദിക്കുന്നു.
വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം തന്നെയാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറക്കിയത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതാണെന്ന്. ഇനി ഇത്രയും ആയത്തുകൾ മൻസൂഖായിട്ടുണ്ടെങ്കിൽ, കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സംരക്ഷണമാണ് ഈ വിശുദ്ധ ഖുർആന്? ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പോയിട്ട് ഒരു വാക്ക്, ഒരു പുള്ളി പോലും അത് മൻസൂഖല്ല, കാലഹരണപ്പെട്ടിട്ടില്ല എന്ന്. ആത്മീയ ലോകത്ത് ഒരു വലിയൊരു വിപ്ലവമാണ് ഇത് ഫലമായിട്ടുണ്ടായത്. പല അനഹ്മദി പണ്ഡിതന്മാർ ഇത് വിശുദ്ധ ഖുർആൻ്റെ നാസിഖ് മൻസൂഖ് ഇല്ല എന്നവർ പറയുന്നു. അവർ ഇതെല്ലാം കേട്ടുകൊണ്ട്, അതായത് മുസ്ലിം ഇസ്ലാമിൻ്റെ ഈ ഒരു വിളംബരം അത് അന്യരിലും അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കുകയുണ്ടായി. അതുകൊണ്ട് ഇത് സംബന്ധം അതുപോലെ തന്നെ ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഖിദ്മത്ത്, സേവനം ചെയ്ത മുസ്ലിം ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ ഉദ്ദേശം പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ പല കാര്യങ്ങളും വരാനിരിക്കുന്ന ഖിയാമത്ത് വരെയുള്ള കാലത്തേക്കുള്ള പ്രവചനങ്ങളുണ്ടെന്ന് പറയുകയുണ്ടായി. ഈ പണ്ഡിതന്മാർ, ഈ മുഫസ്സിരീങ്ങൾ, അവർ ഇങ്ങനെയുള്ള ആയത്തുകളെ പറയുകയുണ്ടായി. ഇത് ഖിയാമത്തിലാണത് പൂർത്തിയാവുക എന്നവർ പറയുന്നു. ചില ആയത്തുകളെ സംബന്ധിച്ച് ചില ആയത്തുകൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. ഉദാഹരണത്തിൽ വരുന്നു, വൈദൽ ജിബാലു സുയ്യറത്തെന്ന്, അത് പർവ്വതങ്ങൾ അത് നീക്കപ്പെടുമ്പോൾ. ഇതുകൊണ്ട് മുസ്ലിം ഇസ്ലാം പറയുന്നു ആ കാലഘട്ടത്തിൽ വലിയ വലിയ ഡിക്റ്റേറ്റർമാർ, വലിയ വലിയ രാജാക്കന്മാർ അവർ ഇല്ലാതാക്കപ്പെടുന്നതാണ്, അവർ നശിക്കപ്പെടുന്നതാണ്. ഹുസൂർ ഒരർത്ഥം പറയുന്നു, വലിയ വലിയ യന്ത്രങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് പർവ്വതങ്ങളെ നീക്കിക്കൊണ്ട് അവിടെ മാർഗങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം നിങ്ങൾ നോക്കുക ഈ പ്രവചനങ്ങൾ എങ്ങനെയാണ് പൂർത്തിയായത്. വൈദൽ എഷാർ ഉത്തിലത്ത്, 10 മാസം വയറ്റിൽ കുട്ടിയുള്ള ഒട്ടകങ്ങൾ അത് ഉപേക്ഷിക്കപ്പെടുന്നതാണ്. നിങ്ങൾ നോക്കുക ഇപ്പോൾ അതെങ്ങനെയാണ് പൂർത്തിയായത്. ഈ കാലഘട്ടത്തിൽ വളരെയധികം യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. അതങ്ങനെ ഒട്ടകങ്ങൾ അത് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് കപ്പലായാലും അത് വിമാനങ്ങളായാലും പല രീതിയിലുള്ള വാഹനങ്ങളായാലും എല്ലാതും തന്നെ അത് വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം നൽകിയിട്ടുള്ള ആ ഒരു വിശദീകരണം അത് അവിടെ നിന്ന് വയ്ക്കുകയുണ്ട്. വൈദ സുഹുഫ് നുശ്റത്തിനെ സംബന്ധിച്ച്, അതായത് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ വരുന്നു. ഒരു കാലഘട്ടം വരുന്നതാണ് ഗ്രന്ഥങ്ങളും പ്രിൻറ്റുകളും സോഷ്യൽ മീഡിയ പോലെയുള്ള മാർഗങ്ങൾ അത് വിപുലീകരിക്കുന്നതാണ്, അത് വളരെയധികം ശക്തിയാർജിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ്റെ വലിയൊരു ഖിദ്മത്താണ്, വലിയൊരു സേവനമാണ്. വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ സത്യതയാണ്. ഖിയാമത്ത് വരെയുള്ള സത്യത, വിശുദ്ധ ഖുർആൻ്റെ സത്യത അത് വെളിവാക്കിയത് ഹദ്റത്ത് മസീഹ് ഇസ്ലാമാണ്. ചോദ്യം ഇതാണ്, കൽപ്പന ഇതാണ്, വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് ജിഹാദെ കബീർ ചെയ്യുക എന്ന്, വലിയ ജിഹാദ് ചെയ്യുക. വജാഹിദും ബിഹി ജിഹാദും കബീറും. വിശുദ്ധ ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവർ, അവർ അതിനെ മനസ്സിലാക്കാത്തവർ, വിശുദ്ധ ഖുർആൻ്റെ എതിരെ സംസാരിക്കുന്നവർ, ശത്രുക്കൾ, വിശുദ്ധ ഖുർആനെ വിശ്വസിക്കാത്തവർ, അവർ വിശുദ്ധ ഖുർആനെ ഇകഴ്ത്താനും പരസിക്കാനുമുള്ള കാരണമാകുന്നു ഇവരുടെ വിശ്വാസം കാരണം. അപ്പോൾ യഥാർത്ഥ ഉദ്ദേശം ഹദ്റത്ത് മസീഹ് ഇസ്ലാമാണ് വിവരിച്ചിരിക്കുന്നത്. മുസ്ലിം ഇസ്ലാം പറയുന്നു, യാഥാർത്ഥ്യം എന്താണ്? വിശുദ്ധ ഖുർആനെ വിശ്വസിക്കുന്നതോടൊപ്പം, അതിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം, അത് വായിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ മാരിഫത്ത്, തിരിച്ചറിവുണ്ടാകേണ്ടതാണ്. അള്ളാഹുമായിട്ട് ബന്ധമുണ്ടാവേണ്ടതാണ്. അള്ളാഹുവിൻ്റെ മാരിഫത്ത് ഉണ്ടാവുകയാണെങ്കിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ, അപ്പോഴാണ് യഥാർത്ഥ രീതിയിൽ വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യുന്നത്. പറയുന്നു, ഈ ഹദീസുകളിൽ എൻ്റെ കാലഘട്ടത്തെ സംബന്ധിച്ച് ഞാൻ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ കൈകളാൽ പൂർത്തിയാണെന്നായിരുന്നു വിശുദ്ധ ഹദീസുകൾ എഴുതിയിരിക്കുന്നത്. അവിടുന്ന് പറയുന്നു, ഇസാലെ അവഹാമിലുള്ളതാണ്. ഹദീസുകളിൽ ഈ കാര്യം വ്യക്തമാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കാലഘട്ടത്തിലാണ് വരിക. വിശുദ്ധ ഖുർആൻ്റെ അറിവ് അത് നഷ്ടപ്പെടുമ്പോഴായിരിക്കും, നാശകാരം അത് പടർന്നു വരിക്കുന്നതാണ്. ഹദീസിൽ വന്നിരിക്കുന്നു, ലൗ കാന ഈമാനൽ മുഅല്ലഖൻ ഇൻദ സുരയ്യ ലനാ ലഹു റജുലുൻ മിൻ ഫാരിസ. അതായത് ഈമാൻ സുരയ്യ നക്ഷത്രത്തിൽ പോയാലും
ഫാരിസ് വംശത്തിൽ വന്ന ഒരു വ്യക്തി അതിന് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസാണ്. സൂറ ജുമയുടെ ഈ ആയത്തിൻ്റെ വാഖിരിൻ മിനൽ അമ്മായി അൽഹഖു ബിഹിം എന്നുള്ള ആയത്തിൻ്റെ വിശദീകരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ചോദിക്കുകയുണ്ടായി, ആ അവസാന കാലഘട്ടത്തിൽ ജനങ്ങൾ ആരാണ് എന്ന്. അവിടുന്ന് പറയുകയുണ്ടായി, ഈമാൻ സുരയ്യ നക്ഷത്രം വരെ പോകുമ്പോൾ ഒരു വ്യക്തി വരുന്നതാണ്, ആ ഈമാനെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതാണ്. അത് ഇമാം മഹദിയും മസീഹ് മഹദിയുമായിരിക്കും. ആ കാലഘട്ടമാണ്. പറയുന്നു, ഈ കശ്ഫിൽ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു, അത് ഇതേ കാലഘട്ടമാണെന്ന്. തീർച്ചയായിട്ടും നാം അതിനെ വരാൻ വേണ്ടി അതിന് കഴിവുള്ളവനാണ് അള്ളാഹു പറയുന്നു. വൈനാല സഹാബിൻ ലഖാദിറുൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹുസൂർ തിരുമനസ് കാലഘട്ടം പറയുന്നു. അതായത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെയാണ് ഈ ഒരു പ്രവചനങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവ് അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം 1400 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നിങ്ങളുടെ ഹൃദയങ്ങൾ അള്ളാഹു തുറക്കട്ടെ. നിങ്ങൾ സ്വന്തം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അതായത് അന്ധകാരം അത് പടർന്നു പിടിക്കുമ്പോൾ, അത് ലോകത്ത് പടർന്നു പിടിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥ ഈമാന് അത് ലോകത്ത് നഷ്ടപ്പെടുമ്പോൾ അള്ളാഹു ആകാശീയപരമായിട്ടുള്ള ആ ഒരു മസീഹിനെ അള്ളാഹു അയക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ജനങ്ങൾ ഉപേക്ഷിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫാരിസ് വംശത്തിൽപ്പെട്ട ഒരു വ്യക്തി ജനിക്കേണ്ടത് അനിവാര്യമാണ്. ആ വ്യക്തി ഈമാനെ സുരയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഇറങ്ങി വരേണ്ട ഇബ്നു മറിയം അത് ഞാൻ തന്നെയാണ്. അത് മുസ്ലിം ഇസ്ലാം പറയുന്നു, ഞാൻ തന്നെയാണ്, അള്ളാഹു അയച്ച വ്യക്തി ഞാൻ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ്റെ പ്രതാപത്തെ കാണിച്ചു കാട്ടാൻ, വിശുദ്ധ ഖുർആൻ്റെ മഹാത്മ്യം കാണിച്ചു കാട്ടാൻ, വിശുദ്ധ ഖുർആൻ്റെ വായനയുടെ പ്രാധാന്യം അത് വെളിവാക്കാൻ ഹദ്റത്ത് മുസ്ലിം ഇസ്ലാം അവിടുത്തെ ഖലീഫമാരും അതിനുശേഷം ഈ ഒരു ദൗത്യം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അനിവാര്യമായ കാര്യമാണ്. ആരാണോ ദാഹിക്കുന്ന ജനങ്ങൾ അവർ വരികയും അവരുടെ നാവുകൾ, അവരുടെ ചുണ്ടുകൾ ഈ നീർവയുമായിട്ട് വെക്കുകയും തങ്ങളുടെ ആ ഒരു ദാഹം അതിനെ ശമിപ്പിക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ്റെ എങ്ങനെയുള്ള വിശുദ്ധ ഖുർആനെ പരിഹാസപ്പെടുത്തുന്ന രീതിയിലുള്ള അർത്ഥം ചെയ്യുന്നതിന് പകരമായിട്ട് ഹദ്റത്ത് മുസ്ലിം ഇസ്ലാമിനെ സ്വീകരിക്കുകയും യഥാർത്ഥ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനത്തെ തിരിച്ചറിയുകയും ചെയ്യുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ജസാക്കുമുല്ലാഹ്. എൻ്റെ രണ്ടാമത്തെ ചോദ്യം കെ താരിഖ് അഹമ്മദ് സാഹിബിനോടാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു ഷിഫാഉൻ ലിമാ ഫി സുദൂർ, അതായത് ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്കുള്ള ഷിഫയാണ് വിശുദ്ധ ഖുർആൻ എന്ന്. ഇതിൻ്റെ വിശദീകരണം നൽകിയാലോ? ജസാക്കുമുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ്റെ റംസാനുമായി വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. റംസാൻ്റെ നോമ്പിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഉദ്ദേശം വലഅല്ലകും തത്തഖൂൻ എന്നതാണ്. നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യം തന്നെയാണ് വിശുദ്ധ ഖുർആൻ്റെതും. അതായത് വിശുദ്ധ ഖുർആൻ്റെ പാരായണം ചെയ്യുന്നതോടുകൂടി അതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിക്കുമ്പോൾ, അതിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിതം മാറ്റിയെടുക്കുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തെ പലതരത്തിലുള്ള ദൗർബല്യങ്ങളിൽ നിന്നും പലതരത്തിലുള്ള തെറ്റുകളിൽ നിന്നും ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു ഷിഫ എന്ന നിലയിലാണ്. വിശുദ്ധ ഖുർആൻ ഹൃദയത്തെ അത് മാർദ്ദവമുള്ളതാക്കുന്നു. മനുഷ്യൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അതിൽ ആലോചിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടായിത്തീരുന്നു, അവൻ്റെ ഹൃദയത്തിൽ ദൈവഭയവും ഉണ്ടായിത്തീരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ഹൃദയം പരിശുദ്ധമായി തീരുന്നു. ഏറ്റവും കഠിന ഹൃദയത്തിൽ പോലും ഹൃദയം ഉരുകാൻ തുടങ്ങുന്നു. ദൈവസ്നേഹത്തിൽ അവർ മുഴുകുന്നു. അങ്ങനെ ആത്മീയമായ നിലയിൽ വിശുദ്ധ ഖുർആൻ അവർക്ക് ഒരു ശമനം നൽകുന്നു. മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ള ഒരു സംഗതിയാണ് അവൻ സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സ്വീകരിക്കാനുള്ള ഒരു ആവേശം ഉണ്ടാകുന്നു എന്നുള്ളത് നാം കാണുന്നു.
വിവിധ ആളുകളിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച്, ഇൽഹാമിനെ സംബന്ധിച്ച്, ദുആയെ സംബന്ധിച്ച്, ആഖിറത്ത് പരലോകത്തെ സംബന്ധിച്ച് പല സംശയങ്ങളും അവർ ഹൃദയത്തിൽ ഉണ്ടാവാറുണ്ട്. ഏത് മതമാണോ, ഏത് വ്യാജ മതമാണോ അപൂർണമായിട്ടുള്ളത്, അവർക്ക് തൃപ്തി നൽകാൻ, അങ്ങനത്തെ മതങ്ങൾക്ക് തൃപ്തി നൽകാൻ, മനുഷ്യഹൃദയ തൃപ്തി നൽകാൻ സാധിക്കില്ല. എന്നാൽ പരിപൂർണ മതമായ ആ മതത്തിന് മാത്രമേ മനുഷ്യഹൃദയത്തിൽ ഉദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് തൃപ്തി നൽകാൻ സാധിക്കുകയുള്ളൂ. ഈ ഹൃദയത്തിന് ഈ തൃപ്തി നൽകുന്ന ഈ തിക എന്നുള്ളത് ഇത് വിശുദ്ധ ഖുർആൻ്റെ ഒരു മുഅ്ജിസയാണ്. അത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എല്ലാ വിധത്തിലുള്ള മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അവൻ്റെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള ശിഫയാണ്. ഇതുപോലെ ചില ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിൽ സുദൂർ എന്ന പദം ഉപയോഗിക്കുന്നു. ചിന്തക്ക് ബ്രെയിനുമായിട്ട് എന്താണ് ബന്ധം, അതിന് കൽബുമായിട്ട് എന്താണ് ബന്ധമെന്നൊക്കെ. അത് മുസ്ലിം റളിയല്ലാഹു ഇതിൻ്റെ വിശദീകരണം തഫ്സീർ കബീറിൽ നൽകിയിട്ടുണ്ട്. ഹുസൂർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്, മനുഷ്യൻ്റെ ഭക്ഷണമുണ്ടല്ലോ, മനുഷ്യൻ്റെ അതിൻ്റെ സ്വാധീനം അതവൻ്റെ ചിന്തകളിലും അവൻ്റെ ധാർമ്മികതയിലും അത് പതിക്കുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ സംബന്ധിച്ച് ഖുർആനിൽ ആയത്തുണ്ട്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹർ റസൂലു കുലൂ മിൻ ത്വയ്യിബാതി വഅമിലു സ്വാലിഹാൻ. ഇത് സൂറത്തുൽ മുഅ്മിനീനിലെ ആയത്താണ്, 52-ാമത്തെ. ഇതിൽ റസൂലിനോട് പറഞ്ഞിരിക്കുന്നു, ഈ അധ്യാപനം നൽകിയിരിക്കുന്നു, ചില കാര്യങ്ങൾ തിന്നുക, നിങ്ങൾ സൽക്കർമ്മം ചെയ്യുക. ഇതിൽ നമുക്ക് മനസ്സിലാക്കും, മനുഷ്യൻ പരിശുദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ധാർമ്മികതയിൽ അത് സ്വാധീനം ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൻ സൽക്കർമ്മം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഹുസൂർ പറയുന്നു, മനുഷ്യൻ്റെ ഭക്ഷണം അത് മനുഷ്യൻ്റെ ചിന്തകളിൽ അത് സ്വാധീനം ചെയ്യുക എന്നുള്ളത് എങ്ങനെ സാധ്യമാവാനാണ്? അതെങ്ങനെ സാധ്യമാകുമെന്ന് വെച്ചാൽ, മനുഷ്യൻ തിന്നുന്ന ഭക്ഷണമുണ്ടല്ലോ അത് അവൻ്റെ രക്തത്തിൽ അലിയുന്നു. ആ രക്തത്തോട് ബന്ധം അത് ഹൃദയവുമായിട്ടാണ്. ഇങ്ങനെ ഹുസൂർ പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ ലിമാഫി സുദൂർ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, അതിലൊരു വലിയൊരു യുക്തി അടങ്ങിയിരിക്കുന്നത്, അതൊരു മുഅ്ജിസയാണ്. അതിൽ മനസ്സിലാക്കാൻ സാധിക്കും അത് മനുഷ്യൻ്റെ ഭക്ഷണത്തിന് മനുഷ്യൻ്റെ ചിന്തയുമായിട്ട് നല്ല സ്വാധീനമുണ്ട്. റൂഹിന് ശരീരവുമായിട്ട് ബന്ധമുള്ളതുപോലെ, ഇതേപോലെ ഹൃദയത്തിനും ആത്മീയതയുമായിട്ട്, മനുഷ്യൻ്റെ ചിന്തയുമായിട്ട്, അവൻ്റെ ചിന്തകളുമായിട്ട്, ആലോചനകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടിരിക്കുന്നത്, ഈ ഹൃദയങ്ങളിലെ രോഗങ്ങൾ അതിന് വിശുദ്ധ ഖുർആൻ അതിന് ശിഫ നൽകുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, പൊതുവേ ശാരീരികമായിട്ട് മനുഷ്യൻ രോഗിയായി തീരുമ്പോൾ 2 കാര്യങ്ങൾ അവന് ആവശ്യമായിട്ട് വരാം. ഒന്ന് രോഗം നിവാരണം ചെയ്യുക, രണ്ടാമത്തത് രോഗത്തിന് ശേഷം ഉണ്ടാകുന്ന ദൗർബല്യം അതിന് ഓവർടേക്ക് ചെയ്യാനുള്ള ശക്തിയും ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ആത്മീയ നിലയിൽ നോക്കുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ നോക്കുകയാണെങ്കിൽ, ആത്മീയമായ രോഗങ്ങളുണ്ടല്ലോ അത് നിവാരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപനങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ ഈ പാപങ്ങളിൽ നിന്ന് അവൻ പുറത്തു വരുമ്പോൾ അവൻ്റെ റോഹാനിയത്തിൽ കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടി അതിന് പറ്റിയ അധ്യാപനങ്ങൾ ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഷിഫാ ലിമാഫി സുദൂർ ആയിത്തീരുന്നതെന്ന് മനസ്സിലാകും. അത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ രോഗങ്ങൾ, അതിനുള്ള രോഗങ്ങൾ മാത്രമല്ല, അതിന് ഷിഫ നൽകുന്നത് മാത്രമല്ല അവൻ്റെ പുരോഗതിക്ക് ആവശ്യമായ പല വിധത്തിലുള്ള ഏർപ്പാടും വിശുദ്ധ ഖുർആൻ അത് നൽകുന്നുണ്ട്. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് വിവരിക്കുന്നു, വിശുദ്ധ ഖുർആൻ ഒരാഴ്ചയിൽ കൊണ്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നു. വിശുദ്ധ ഖുർആൻ നിങ്ങളെ നബിമാരെ പോലെ ആക്കി തീർക്കാൻ സാധിക്കും. ഇത് അത്രമാത്രം മഹത്തായ ഒരു സംഗതിയാണ് അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥം ചിന്തിക്കുകയാണെങ്കിൽ, അതിൻ്റെ അധ്യാപനം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അതിനെ ശ്രമിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതം അമ്പ്യാക്കളെ പോലുള്ള ജീവിതമായി തീരുന്നതാണ്. അങ്ങനെ അവൻ ആത്മീയതയുടെ വിഹായസിൽ അവൻ താണ്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സുദൂറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശൈത്താൻ അത് മനസ്സിലുണ്ടാക്കുന്ന ദുർബോധനങ്ങൾ അതിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ളത് അത് ഹൃദയത്തിലാണ് വസ്വസ ഇടുന്നതെന്നുള്ളതാണ്. നമുക്കറിയാം ഫീ സുദൂരിൻ നാസ് എന്ന് പറയുന്നുണ്ട്, അതിന് യുവസ്ഫിസ് ഫീ സുദൂരിൻ നാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഖന്നാസ്, അത് ഈ ദുർബോധനങ്ങൾ അത് ഹൃദയത്തിലാണ് അവൻ ഇടുന്നത്.
അത് നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനിക്ക് പക്ഷേ അതിൽ തിന്മകളുണ്ടാവും. ആ വിശുദ്ധ ഖുർആൻ അവിടെ സത്യാസത്യ വിവേചനം, സത്യവും അസത്യവും വേർതിരിച്ചുകൊണ്ട് അവൻ അധ്യാപനം മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത് ഹൃദയത്തിൻ്റെ ഈ വസ്വസകൾ അത് അകറ്റുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ ഒരു നല്ലൊരു മാർഗ്ഗമാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്നു, ഇത് ശിഫയാണ് ഹൃദയങ്ങൾക്ക്, ശൈത്താൻ ഉണ്ടാക്കുന്ന ദുർബോധനങ്ങളിൽ നിന്ന് അതിൽ നിന്ന് മോക്ഷം നൽകുന്നു. വിശുദ്ധ ഖുർആൻ പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അധ്യാപനങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരുപാട് പ്രവചനങ്ങൾ, ഒരുപാട് സുവിശേഷങ്ങൾ മനുഷ്യന് നൽകിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ഈമാനിൽ അത് ശക്തി പ്രബലമായി തീരുന്നു. ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെ വിജയങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ സഹായങ്ങളെക്കുറിച്ച് സംബന്ധിച്ച്, പ്രവാചകന്മാരുടെ ജമാഅത്തിൻ്റെ വിജയത്തെ സംബന്ധിച്ചൊക്കെ സുവിശേഷങ്ങൾ കാണാം. ഇത് മനുഷ്യനിത് വായിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ പല വിധത്തിലുള്ള ദൗർബല്യങ്ങളുണ്ടല്ലോ, അത് ഇല്ലാതായിത്തീരുന്നു. ഇത് സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്ത് തൗബയിലെ വയൻസുറുക്കും അലൈഹിം വയഷ്ഫി ഫി സുദൂറു ഖൗമി മുഅ്മിനീൻ. അതായത് അള്ളാഹു യുദ്ധത്തിൻ്റെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ യുദ്ധത്തിൻ്റെ സമയത്ത് നിങ്ങൾ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നു. ഈ സഹായത്തിൻ്റെ ഫലം എന്താണ്? വയഷ്ഫി സുദൂറിക്കും മുഅ്മിനീൻ. അതായത് മുഅ്മിനീൻ ഈ സഹായം കാണുമ്പോൾ, അല്ലെങ്കിൽ അമ്പിയാക്കളുടെ അവസ്ഥകൾ വായിക്കുമ്പോൾ, ശത്രുക്കളുടെ നാശത്തെ സംബന്ധിച്ച് അവരുടെ പര്യവസാനം അത് വായിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു തൃപ്തിയുടെ അവസ്ഥ ഉണ്ടാകുന്നു. നാം മുഅ്മിനീങ്ങളാണ്, അള്ളാഹു തീർച്ചയായും ഞങ്ങളെ സഹായിക്കും എന്നൊരു വിചാരം അവിടെ ഉണ്ടാകുന്നു. ഇവിടെയും യഷ്ഫി സുദൂർ എന്ന പദമാണ് വന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ. വിശുദ്ധ ഖുർആനിൻ്റെ സുവിശേഷങ്ങൾ അതിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ്റെ ഹൃദയത്തിന് അത് ശിഫ നൽകുന്നു. ഷിഫയെ സംബന്ധിച്ചതിൻ്റെ ഒരു അർത്ഥം, ഷിഫ എന്നതിന് മനുഷ്യൻ രോഗിയായി തീരുകയെന്ന് മാത്രമല്ല, അള്ളാഹു ദൗർബല്യമുള്ളവർക്ക് മാത്രമല്ല ഖുർആൻ, മറിച്ച് ലൗകികമായ രോഗങ്ങൾ സംബന്ധിച്ച് നമുക്കറിയാം, അതിന് പല രോഗങ്ങൾക്കും പല മരുന്നുകൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ വസൂരിയെ സംബന്ധിച്ചും പല മരുന്നുകൾ ഉണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഇവിടെ ഷിഫ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഇത് ദൗർബല്യർക്ക് മാത്രമാണെന്നുള്ളതല്ല, മറിച്ച് ദൗർബല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയുള്ളതാണ്. അത് മനുഷ്യന് ആത്മീയമായ നിലയിൽ നമ്മുടെ കുവ്വത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശൈത്താൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷിഫയാണ് വാസ്തവത്തിൽ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ അത്തരത്തിലുള്ള അധ്യാപനങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. നമ്മൾ സഹാബാക്കളുടെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് അവർ വിശുദ്ധ ഖുർആനിൽ അവരുടെ ഹൃദയത്തിലെ ദൗർബല്യങ്ങൾ അകറ്റിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സംബന്ധിച്ച് ഒരു പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. ഹസ്രത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരണത്തെ സംബന്ധിച്ചിട്ടുള്ള സംഭവം. ഇസ്ലാമിൻ്റെ വലിയ ശത്രുവായിരുന്നു അദ്ദേഹം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി അയാൾ വീട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ആദ്യം നിൻ്റെ പെങ്ങളുടെ അവസ്ഥ നീ അന്വേഷിക്കുക, അവർ സ്വീകരിച്ചിരിക്കുന്ന ഇസ്ലാം. അങ്ങനെ ദേഷ്യം പിടിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഉമർ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് സൂറ താഹ കേൾക്കുകയാണ്. അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഫനഅബ്ദുനി വഅഖീമുസ്സലാത്ത ലിസിക്രി. ഈ ആയത്ത് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ദൗർബല്യത്തിന് അത് ശമനോചിതമായി തീർന്നു വെച്ചാൽ അദ്ദേഹം ഉടനെ തന്നെ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി. ഒരു സംഗതിയും അദ്ദേഹത്തെ ഇസ്ലാം സ്വീകരിക്കുന്നത് തടയുകയുണ്ടായില്ല. ഇതാണ് സ്വാധീനം ചെലുത്തിയത് വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ മറ്റു ചില സഹാബാക്കളുണ്ട്, അവർ മുമ്പ് ശത്രുക്കളായിരുന്നു ഇസ്ലാമിലെ. അതിൽ ഖാലിദ് ബിൻ വലീദ് അതിർത്ത് ക്രിമർ ഇവരുമായി ബന്ധപ്പെട്ടിട്ടും ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ, അതിൻ്റെ അധ്യാപനങ്ങളാണ് അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയത് നമുക്ക് അങ്ങനെ അവർ ശിർക്കും കുഫറും ഉപേക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിൽ മഴകൾ അവർ വരികയാണത്. അങ്ങനെ നബി ഇസ്ലാം തിരുമേനി ബയ്യത്ത് ചെയ്തുകൊണ്ട് ഇസ്ലാമിൽ പ്രവേശിക്കുകയുണ്ടായി. അതിൽ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അടിമയായിരുന്നു, അഭിഷയായിരുന്നു, അദ്ദേഹത്തിന് ഒരു അപകർഷതാബോധമുണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഹൃദയത്തിൻ്റെ രോഗം. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ
നിങ്ങളിൽ മുത്തക്കിയാണ് ഏറ്റവും കൂടുതൽ മുത്തക്കിയായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ഒരു തൃപ്തി, ഒരു സംതൃപ്തി ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ ഇസ്സത്ത്, ആ ബഹുമാനം അത് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വലിയ സഹാബാക്കളാണ് അദ്ദേഹം എണ്ണപ്പെടുന്നത്. അതുപോലെ ഹദ്റത്ത് തുഫൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. അദ്ദേഹം ഒരു കവിയായിരുന്നു. അദ്ദേഹം എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കാണാൻ വേണ്ടി വരുമ്പോൾ ചില ആൾക്കാർ പറയായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ചെവി പൊത്തുക എന്ന് പറയാറുണ്ടായിരുന്നു. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ആ കലാം എന്ന് പറയുന്നത് അത് വളരെ മനുഷ്യനെ വശീകരിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം എപ്പോഴും തൻ്റെ ചെവി പൊത്താറുണ്ടായിരുന്നു. അദ്ദേഹം വലിയ സ്വയം തന്നെ ഒരു കവിയാണ്. ഞാൻ മറ്റുള്ളവരെ സ്വാധീനിക്കുമ്പോൾ ഈ കലാം എന്നെ എങ്ങനെ സ്വാധീനിക്കാനാണെന്ന് എങ്ങനെ അത് ചിന്തിച്ചു. എന്നാൽ വിശുദ്ധ ഖുർആൻ്റെ പാരായണം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ആ കളങ്കം അത് അകലുകയുണ്ടായി. അങ്ങനെ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ശിഫയായി. അതുപോലെ മറ്റൊരു സഹാബിയുണ്ട്. ഒരിക്കൽ അദ്ദേഹം തടവുകാരുടെ മോചനത്തിനും ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കാണാൻ വേണ്ടി മദീനയിൽ പോയി. ആ സമയത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് തൂറിൻ്റെ ആയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹും ഹുബുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർളി ബൽ ലാ യുഖിനൂൻ. ഈ ആയത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ആ രോഗം അത് അകലുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ശമനം ലഭിക്കേണ്ടതില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, അവരുടെ ഹൃദയത്തിലുണ്ടായ ആ കറ അതെങ്ങനെ വൃത്തിയാക്കി എന്നുള്ളത്, വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് എങ്ങനെയാണ് അത് ആ ശമനോഷം നൽകിയെന്നുള്ളത്, ഇങ്ങനെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് മഹത്തായ സംഭവങ്ങളുണ്ട്. വളരെ നമ്മുടെ ഈമാനെ വർദ്ധിപ്പിക്കുന്ന മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആനിൽ 700-ലധികം കൽപ്പനകളുണ്ട്. അതിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ചിന്തിക്കുകയാണെങ്കിൽ, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം അനുസരിച്ച് തൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും വിശുദ്ധ ഖുർആൻ അവൻ്റെ ഹൃദയത്തിൻ്റെ രോഗങ്ങളെയും ദൗർബല്യങ്ങളെയും അകറ്റുന്നതായിരിക്കും, അവന് ശമനോഷണം നൽകുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു തആല വസ്ലം ജസാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ചോദ്യം ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരം ലഭിച്ചിരിക്കുകയാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൊഹിയുദ്ദീൻ സാഹിബ് കുട്ടി സാഹിബ് ഇന്ത്യയിൽ നിന്ന് ചോദിക്കുന്നു. ചോദ്യം ഇതാണ്: എല്ലാ കുട്ടികളും എല്ലാ മുസ്ലിങ്ങളിലും നിർബന്ധമാണോ വിശുദ്ധ ഖുർആൻ വായിക്കുക എന്നുള്ളത്? ചില പ്രായമുള്ളവർക്ക് വിശുദ്ധ ഖുർആൻ വായിക്കാൻ അവർക്കറിയില്ല. അവർ മടി കാരണം ആരോടും പറയുന്നില്ല. എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? താരിഖ് അഹമ്മദ് സാഹിബ് ചുരുക്കത്തിൽ ഇതിന് ഉത്തരം നൽകുക. ജസാക്കുമുല്ലാഹു വസ്ലം ജസാ. വിശുദ്ധ ഖുർആൻ്റെ തിലാവത്ത് വളരെ അനിവാര്യമായ കാര്യമാണ്. അതിൻ്റെ പ്രാധാന്യമുണ്ട്, അതിൻ്റെ അനവധി അനുഗ്രഹങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നു, വിശുദ്ധ ഖുർആൻ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്ക് ശമനമാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ശമനം അത് എല്ലാ മുതിർന്നവർക്കും കുട്ടികൾക്കും ആവശ്യമാണ്. വിശുദ്ധ ഖുർആനിലെ ആത്മീയ നേതാവ് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദുല്ലാഹ് ബിൻ അസീസ് കഴിഞ്ഞ ഖുത്ബ ജുമയിൽ അതിലും ഹുസൂർ പ്രത്യേകമായിട്ട് വിശുദ്ധ ഖുർആൻ്റെ തിലാവത്തിൻ്റെ അനിവാര്യത, അതിൻ്റെ അനുഗ്രഹങ്ങൾ, അത് വായിക്കുന്നതിൻ്റെ അനിവാര്യ ഹദീസുകളുടെ വെളിച്ചത്തിൽ അവിടെ നിന്ന് വിവരിക്കുകയുണ്ടായി. അത് മനസ്സിലാകുന്നത് വിശുദ്ധ ഖുർആൻ്റെ തിലാവത്തിൻ്റെ വളരെ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ ധാർമ്മികപരമായിട്ടും ആത്മീയപരമായിട്ടും വിശുദ്ധ ഖുർആൻ മുഖാന്തരം പുരോഗതി കൈവരിക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ മനസ്സിലാക്കുന്നില്ല വിശുദ്ധ ഖുർആൻ ജമാത്തിൽ ഇങ്ങനെയുള്ള ജനങ്ങളുണ്ടെങ്കിലും അത് വളരെ കുറവായിരിക്കും. അത് ഇല്ലാത്ത രീതിയിൽ ആരും അതിനെ കണക്കാക്കുക, അത്ര രീതിയിൽ കുറവാണ്. വിശുദ്ധ ഖുർആൻ്റെ അറിവ് നൽകാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് തന്നെ ജമാഅത്തെ അഹമ്മദിയിലുണ്ട്. അതുപോലെ തന്നെ പോഷക സംഘടനകളിലും പ്രത്യേകമായിട്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു തിഫലാകുമ്പോൾ തന്നെ 7 വയസ്സ് മുതൽ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളും തിലാവത്തുകളും അത് സംബന്ധമായിട്ടുള്ള പ്രോഗ്രാമുകളും കുട്ടികൾക്ക് നൽകപ്പെടുന്നു. പിന്നെ ആ കുട്ടിക്ക് തർജ്ജമ അതറിയോ എന്നുള്ള രീതിയിലുള്ള പരിശോധന നടത്തുന്നു. വിശുദ്ധ ഖുർആൻ തഫ്സീർ വായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ ജമാഅത്ത് അഹമ്മദിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ വിധത്തിലുള്ള വ്യവസ്ഥതയുമുണ്ട്. കുട്ടി അത് ചെറുപ്പം മുതൽ തന്നെ വിശുദ്ധ ഖുർആൻ വായിക്കാനും അതിൻ്റെ തർജ്ജമ മനസ്സിലാക്കാനും തഫ്സീർ മനസ്സിലാക്കാനും ഉള്ള രീതികളും വ്യവസ്ഥകളുമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൽ പല വിധത്തിലുള്ള വ്യവസ്ഥകളുണ്ട്. പള്ളികളിൽ പ്രത്യേക രീതികളുണ്ട്.
മദ്രസകളായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചില ആൾക്കാർ മടി കാണിക്കുന്നു. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ആരാണോ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും പഠിക്കുകയും അവൻ ഉത്തമനാണെന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും ഉത്തമം അവനാണ്. അപ്പോൾ ഇതിൽ മടിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവനെ പറ്റിയാണ് നബി പറയുന്നത് നിങ്ങൾ ഏറ്റവും ഉത്തമവനാണെന്ന്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളുണ്ട്. MTA-യിൽ പല വിധത്തിലുള്ള പ്രോഗ്രാം കാണിക്കപ്പെടുന്നു. തർത്തീൽ ഖുർആനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് അഹമ്മദിയയിൽ വിശുദ്ധ ഖുർആൻ സംബന്ധിച്ച ആപ്സുകളുണ്ട്. അത് സംബന്ധമായിട്ട് വിശുദ്ധ ഖുർആൻ്റെ തിലാവത്ത് കേൾക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള MTA ചാനൽ അതിൽ വിശുദ്ധ ഖുർആൻ്റെ തിലാവത്ത് എങ്ങനെ ഓതണമെന്നുള്ള അതിൽ പഠിപ്പിക്കുന്നു യൂട്യൂബ് ചാനലിൽ. അങ്ങനെ ഇതിന് മുഖാന്തരം എല്ലാം വിശുദ്ധ ഖുർആൻ എങ്ങനെ വായിക്കണമെന്ന് അന്ന് പഠിക്കാവുന്നതാണ്. റമദാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, റമദാനിൽ മനുഷ്യൻ എന്ത് നന്മയാണോ ചെയ്യുന്നത് അതിന് ഇരട്ടിയായിട്ട് അവൻ അതിന് പ്രതിഫലം നൽകുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ആർക്കാണ് ഖുർആൻ അറിയാത്തത്, പ്രത്യേകമായിട്ട് ഈ അനുഗ്രഹീത മാസത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ജസാക്കുമുല്ലാഹ് വാസ്നുൽ ജസാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു ചോദ്യം ടെസ്റ്റ് മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഖാലിദ റാന സാഹിബായിട്ടാണ്. വിശുദ്ധ ഖുർആൻ 23 വർഷത്തിലാണ് അത് ഇറക്കപ്പെട്ടത്. അതിൻ്റെ എന്താണ് കാരണം? ഈ ഒരു ചോദ്യം ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാണ്. അത് ഞാൻ ബഹുമാനപ്പെട്ട മുനീർ അഹമ്മദ് ഖാദിബ് സാഹിബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നു, വിശുദ്ധ ഖുർആൻ 23 നീണ്ട കാലഘട്ടങ്ങളിലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുകളിൽ ഇറക്കപ്പെട്ടത്. ഇത്ര വലിയ കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്തായിരുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഹിക്മത്ത് അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ്റെ സൂറത്തുൽ ഫുർഖാൻ ആയത്ത് നമ്പർ 33 അതിൽ അള്ളാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഖാലല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ കദാലിക ലിനുസ്ബിത ബിഹി ഫുഹാദക വറത്തൽനാഹു തർത്തീല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്തിൻ്റെ വിശദീകരണമായിട്ട് പറയുന്നു. ഹഖീഖത്തുൽ വഹി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, കാഫിര്യങ്ങൾ പറയുന്നു, എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് എന്തുകൊണ്ട് ഇറങ്ങിയില്ല? അങ്ങനെ തന്നെ അനിവാര്യമായിരുന്നു. നിങ്ങളുടെ ഹൃദയം അതിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ദൃഢീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് അനിവാര്യമായിരുന്നു. കാരണം പെട്ടെന്ന് മുന്നേ തന്നെ ഒരു കാര്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അള്ളാഹു ഈ കാരണം കൊണ്ടാണ് വിശുദ്ധ ഖുർആനെ 23 വർഷക്കാലയളവിൽ അത് ഇറക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ പല അടയാളങ്ങളും അത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ഹിക്മത്ത് ഹസ്രത്ത് മുഹമ്മദ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഹുസൂർ അലൈഹി ഇസ്ലാം ഒരു രണ്ടാമത്തെ ഹിക്മത്തും പറയുന്നു, പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ വിദ്യാലയത്തിൽ നിന്നാണ് അറിവ് കരസ്ഥമാകുന്നത്. അമ്പിയാക്കൾ അള്ളാഹുവിൻ്റെ ദർസുകളിൽ നിന്നാണ്, മദ്രസയിൽ നിന്നാണ് പഠിക്കുന്നത്. അവർ അള്ളാഹുവിൻ്റെ വിദ്യാർത്ഥികളാണ്. അവരുടെ പുരോഗതി അത് പടിപടിയായിരിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നു, ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർത്തീല. അതുകൊണ്ട് ഞാൻ നന്നായി ഇതിന് മനസ്സിലാക്കുന്നു, പ്രവാചകന്മാരുടെ ജമാഅത്ത് ഇങ്ങനെയായിരിക്കും. നബി നിയോഗിക്കപ്പെടുമ്പോൾ ആ കാലഘട്ടവും അതുപോലെ തന്നെ ആ ഒരു കലാം അത് പൂർത്തിയാക്കുമ്പോഴും രണ്ടും തമ്മിൽ ആ കാലഘട്ടത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ 23 വർഷം ഇത് ഇറങ്ങിക്കൊണ്ടേയിരുന്നു. ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് ശേഷം സഹാബാക്കൾക്കും അതിൻ്റെ തർബിയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കൽപ്പനകളാണ് ഇറങ്ങിയത് അതിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പോഴും തന്നെ അത് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ചില സമയങ്ങളിൽ
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെടുന്ന ആയത്തുകൾ അത് കൂടുതൽ മനസ്സിലാപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റു ചില സ്വപ്നങ്ങളും മറ്റു ചില കശ്ഫുകളും അത് കാണിക്കപ്പെടുന്നു. ജിബ്രായിൽ വരികയും ചില കാര്യങ്ങൾ അത് സ്വന്തം വന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വളരെ എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. ഈമാനിനെയും ഇസ്ലാമിനെയും സംബന്ധിച്ച് വന്നപ്പോൾ ഈമാൻ ഇതാണ് എന്നും ഇസ്ലാം ഇതാണെന്നും ജിബ്രായിൽ സ്വന്തം വന്നുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മജ്ലിസിൽ വന്നുകൊണ്ട് സഹാബാക്കൾക്കിടയിൽ ഇരിക്കുകയും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയും അങ്ങനെ ഹുസൂർ തിരുമേനി അതിൻ്റെ ഉത്തരം നൽകുകയും ചെയ്യുകയുണ്ടായി. ഉത്തരം നൽകിയതിന് ശേഷം ആ വ്യക്തി അതായത് മലക്ക് അവിടെ നിന്ന് എണീച്ചു പോവുകയും താങ്കൾ പറഞ്ഞെല്ലാം സത്യമാണെന്ന് പറയുകയും ചെയ്തു. സഹാബാക്കൾ ചോദിക്കുകയുണ്ടായി, ഇത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? സഹാബാക്കൾ പറയുകയുണ്ടായി, ഞങ്ങൾക്കറിയില്ല, അള്ളാഹുവിൻ്റെ റസൂലുമാണ് അറിയുക. പറയുകയുണ്ടായി, ഇത് ജിബ്രായിലാണ്, നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അത് 23 വർഷങ്ങളിൽ മെല്ലെ മെല്ലെ ഇറങ്ങിയത്, അതിൻ്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അത് അള്ളാഹു പറയുന്നു മെല്ലെ മെല്ലെ പതിയെ പതിയെ സഹാബാക്കൾക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ഹിക്മത്താണ് ഈ പ്രവചനങ്ങൾ അത് നൽകപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ഖുർആനിൽ. ആ പ്രവചനങ്ങളുടെ അത് പൂർത്തീകരണം അത് വരാനിരിക്കുന്ന കാലഘട്ടമാണ് പൂർത്തിയാവുന്നത്. ഉദാഹരണത്തിന് ചില പ്രവചനങ്ങൾ അത് മക്കയിലുണ്ടായ സമയത്താണ് അത് വെളിവാക്കിയത്. വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ വിവരണം വരുന്നു. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അത് പൂർത്തിയായത് അത് മദനി കാലഘട്ടത്തിലാണ് അത് പൂർത്തിയായത്, മദീനയിലുണ്ടായപ്പോൾ. ഒരു ഉദാഹരണം ഞാൻ നൽകുകയാണ്. മക്ക കാലഘട്ടത്തിൽ 9 നബിയിലെ കാര്യമാണ്, 9ഉം 10ഉം നബിയുടെ കാര്യമാണ്. ഈ കാലഘട്ടങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ്റെ സൂറ റൂമിൽ ഇറങ്ങുകയുണ്ടായി. ഇങ്ങനെയാണ് ആ ആയത്ത്. അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, ഗുലിബത്തിർ റൂമു ഫി അദിനൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫി ബിസി സിനീന ലില്ലാഹിൽ അംറു മിൻ ഖബ്ലി വമിൻ ബഅദ് വയൗമയദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ ബിനസ്രില്ലാഹി യൻസുറു മൻ യശാ വഹുവൽ അസീസുർ റഹീം. പറയുന്നു, റോമക്കാർ അവർ തോറ്റതിന് ശേഷം അവർ തോറ്റുപോകുകയുണ്ടായി. ഇനി അവർ തീർച്ചയായിട്ടും വിജയിക്കുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ബിസി സനീൻ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ വിജയിക്കുന്നതാണ്. 3 മുതൽ 9 വരെയുള്ള വർഷമാണ് ബിസി സിനീൻ. അപ്പോൾ 3 മുതൽ 9 വർഷം വരെ റോമികൾ വീണ്ടും വിജയിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ഉണ്ടാവുക? അവർ വിജയിച്ചതിന് ശേഷം മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർ സന്തോഷിക്കുന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രവചനം മക്ക കാലഘട്ടത്തിലാണ് ഉണ്ടായത്. മുസ്ലിങ്ങളുടെ മുകളിൽ പീഡനങ്ങളും അതുപോലെ എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അടിച്ചേൽപ്പിക്കുമ്പോഴാണ്. എല്ലാ ദിവസവും അവർക്ക് പീഡനങ്ങളുടെയും അതുപോലെ തന്നെ വേദനകളുടെയും ദിവസങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും മുസ്ലിങ്ങൾക്കും ഹൃദയത്തിന് സമാധാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ ആയത്ത് ഇറക്കുകയുണ്ടായി. ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതെങ്ങനെയാണ്? അറബിൽ അതിൻ്റെ 2 ഭരണങ്ങളുണ്ട്. 2 ഭാഗങ്ങളിൽ. ഒരു ഭരണം ഇറാൻകാരുടേതാണ്, ഒരു ഭരണം അത് റോമക്കാരുടേതാണ്. ഇന്ന് നാം കാണുന്ന പോലെ അതായത് അമേരിക്കയും റഷ്യയും പോലെയുള്ള ശക്തികളായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇവരുടെ 2 പേരും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ 9-10 ഹിജറിയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. 2 തമ്മിൽ യുദ്ധം നടക്കുകയായിരുന്നു. ഇറാനികൾ റോമക്കാരെ അവരെ തോൽപ്പിക്കുകയുണ്ടായി. അവർ തോറ്റതിന് ശേഷം അള്ളാഹു പറയുന്നു 3 മുതൽ 9 വർഷം വരെ അവർ തീർച്ചയായും വിജയിക്കുന്നതാണെന്ന്. ഒരു അടയാളം ഇതാണ്, ഇത് വെളിവാവുന്ന സമയത്ത് മുസ്ലിങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കുമെന്ന്. അതായത് അവരുടെ മുകളിൽ നടക്കുന്ന ഈ പീഡനങ്ങൾ അത് അവസാനിക്കുന്നതാണ്. 2 ഹിജരി, ഹിജറിയിലെ ശേഷം 6-7 വർഷങ്ങൾക്ക് ശേഷം 2 ഹിജറി എടുത്ത കാര്യമാണ്. അതായത് 9 വർഷത്തിനുള്ളിൽ തന്നെ അള്ളാഹു ഈ പ്രവചനം പൂർത്തിയാക്കുകയുണ്ടായി. 2 ഹിജറിയിൽ ബദർ യുദ്ധം നടക്കുകയുണ്ടായി. ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുകയുണ്ടായി.
വലിയ വലിയ കാഫിര്യങ്ങളുടെ നേതാക്കന്മാർ അവർ വധിക്കപ്പെടുകയുണ്ടായി. ആ സമയത്ത് തന്നെ മുസ്ലിങ്ങൾക്ക് ഈ സന്തോഷ വാർത്ത ലഭിക്കുകയുണ്ടായി, റോമക്കാർ അവർ ഇറാൻ്റെ മുകളിൽ വിജയിക്കുകയുണ്ടായി എന്ന്. അള്ളാഹു എങ്ങനെയാണ് ഈ പ്രവചനം പൂർത്തിയാക്കിയെന്ന് നോക്കുക. മക്ക കാലഘട്ടത്തിൽ ചെയ്ത പ്രവചനം അത് മദനി കാലഘട്ടത്തിൽ അത് പൂർത്തിയാക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ആ പറയപ്പെട്ട കാലഘട്ടത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയായി. അങ്ങനെ ആ അടയാളവും അതിൽ പൂർത്തിയാകുകയുണ്ടായി. ആ സമയത്ത് വിജയിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കുമെന്ന്. അതായത് മുസ്ലിങ്ങൾ ബദർ യുദ്ധത്തിൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിജയം നൽകുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബദർ യുദ്ധത്തെ അള്ളാഹു പറയുകയുണ്ടായി. അങ്ങനെ ആ വിജയം അവർക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സന്തോഷിക്കുകയുണ്ടായി. ഈ 23 വർഷം വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട അതിൻ്റെ ഹിക്മത്തുകൾ മെല്ലെ മെല്ലെ പതിയെ അതിനെ മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കാനും അതിൻ്റെ പ്രവചനങ്ങൾ അത് പൂർത്തിയാവാനും അങ്ങനെ മുസ്ലിങ്ങളുടെ ഈമാൻ അത് ദൃഢീകരിക്കാനും വേണ്ടിയാണ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിൻ്റെ ഇൽഹാമുകൾ ബറായിൻ അഹമ്മദിയിൽ വെളിവാക്കിയ 3ലും 4ലും വെളിവാക്കിയ പ്രവചനങ്ങൾ, ആ പ്രവചനങ്ങൾ എഴുതിയതിന് ശേഷം 84 ശേഷം 1905 21 വർഷങ്ങൾക്ക് ശേഷം ആ എല്ലാ പല പ്രവചനങ്ങളും അത് പൂർത്തിയാവുകയുണ്ടായി. അങ്ങനെ 23 വർഷത്തിനുള്ളിൽ വിശുദ്ധ ഖുർആൻ്റെ പല പ്രവചനങ്ങളും അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ അത് പൂർത്തിയായിരിക്കുന്നു. അത് പൂർത്തിയായി എന്ന് അതിൽ നിന്ന് വെളിവാകുന്നു. അതുപോലെ തന്നെ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഈ ഒരു ബറാഹീൻ അഹമ്മദിയ അതിൻ്റെ 3ഉം 4ഉം വാള്യങ്ങളില്ല പ്രവചനങ്ങൾ. ഹദ്റത്ത് മസീഹ് ഇസ്ലാം 5 വാള്യം എഴുതിയപ്പോൾ അതിലുള്ള പല ഇൽഹാമുകളും പ്രവചനങ്ങളും അത് പൂർത്തിയായിരുന്നു. അപ്പോൾ 23 വർഷത്തിൻ്റെ ഈ ഒരു വിശുദ്ധ ഖുർആൻ്റെ ഒരു ഹിക്മത്ത് അത് ഇതേ ഒരു ഹിക്മത്ത് പോലെ തന്നെയാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ എപ്പോഴും ഇതാണ്, നിന്നെ ഉമ്മ വെച്ചുകൊണ്ടേയിരിക്കുക, അതായത് വിശുദ്ധ ഖുർആനെ ചുംബിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ്. വിശുദ്ധ ഖുർആനെ വലയം വെച്ചുകൊണ്ടേയിരിക്കുക എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. മസീഹ് ഇസ്ലാം പറയുന്നു, എൻ്റെ കാബ ഇത് തന്നെയാണ് എന്ന്. റമദാനിൻ്റെ അനുഗ്രഹീത മാസമാണ്. ഹദ്റത്ത് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് നമുക്ക് നിർദ്ദേശം ഇത് വായിക്കാൻ തന്നെയാണ് നമുക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വായിക്കാനും അതിൻ്റെ അധ്യാപനങ്ങൾ ഹൃദയത്തിൽ അതിനെ ദൃഢമാക്കാനും നമുക്ക് തൗഫീഖ് അള്ളാഹു നൽകുമാറട്ടെ. അതിൽ നിന്ന് ഉപകാരമെടുക്കാനുള്ള അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് വേണ്ടിയിട്ട് ഒരു വെളിച്ചമായിട്ട് ഒരു ദീപമായിട്ട് വിശുദ്ധ ഖുർആൻ മാറണം. ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. ഇതിനോടനുബന്ധിച്ച് തന്നെ എൻ്റെ ഒരു ചോദ്യമാണ് കെ താരിഖ് അഹമ്മദ് സാഹിബിനോട്. വിശുദ്ധ ഖുർആൻ്റെ അവതരണ ക്രമവും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ ഇപ്പോഴത്തെ ക്രമവും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന യുക്തി എന്താണ്? ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ വിശുദ്ധ ഖുർആൻ്റെ അവതരണം അത് റംസാനിലാണ്, റംസാൻ തൊട്ടാണ് അത് അവതരിച്ചു തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഇരുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഇറങ്ങുകയുണ്ടായി. അതിനുശേഷം 23 വർഷക്കാലം കൊണ്ടാണ് അത് ഇറങ്ങിക്കൊണ്ടിരുന്നത്. 40ാമത്തെ വയസ്സിൽ തുടങ്ങി അത് പിന്നീട് 23 വർഷക്കാലം അത് ഇറങ്ങിക്കൊണ്ടിരുന്നു. നമ്മൾ റിവായത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എല്ലാ വർഷവും റമസാനിൽ മുബാറക്കിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നത്. ഏത് വർഷമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് അന്ന് ആ റമസാനിൽ 2 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ കേൾപ്പിക്കുകയുണ്ടായി. ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തിൻ്റെ ക്രമവും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഇപ്പോൾ ഏതൊരു ക്രമത്തിനാണുള്ളത് അത് രണ്ടും വ്യത്യാസമുണ്ട്, വെവ്വേറെയാണ് എന്നുള്ളത് ശരിയാണ്. അതിലൊരു യുക്തിയുണ്ട്. ഈ 2 ക്രമീകരണവും അത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചിട്ടപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് തിർമിസിയിലെ ഒരു ഹദീസ് ഉണ്ട്. അതിൽ വന്നിരിക്കുന്നു, ഫകാന ഇസാ നസല അലൈഹി ഷൈഅൻ ദാ ബാസ് മൻകാന യക്തുബു ഫയഖൂലു ദൗഹ ഹൗലായ ആയാത്തി ഫി സൂറത്തില്ലത്തി യുസ്കറു ഫിഹാ കസാ വ കസാ വൈദാ നസലത അലൈഹിൽ ആയത ഫയഖൂൽ ദഹു യുസ്കറു ഫിഹാ കസാ വ കസാ.
വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ഇറങ്ങുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് എഴുതി വെക്കുന്നവർക്ക് വിളിപ്പിച്ച് അവരോട് പറയാറുണ്ടായിരുന്നു, ഈ ആയത്തിനെ ഇന്ന സൂറത്തിന് ശേഷം വെക്കുക, ഇന്ന ആയത്തിനെ ഇന്ന സൂറത്തിന് ശേഷം വെക്കുക എന്നുള്ള. ഇതിൽ നമുക്ക് മനസ്സിലാകും അവതരണത്തിൻ്റെ ക്രമവും അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ്റെ ഇപ്പോഴത്തെ ക്രമവും അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. സഹാബാക്കളും ഇത് അനുസരിച്ച് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ക്രമം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ്റെ അത് ഓതി പൂർത്തിയാക്കാറുണ്ട് എല്ലാ വർഷവും. അതിനെന്തെങ്കിലും ഒരു ക്രമം ഉണ്ടായിരിക്കുമല്ലോ. ജിബ്രീൽ ഒരു ക്രമത്തോട് കൂടിയിട്ടായിരിക്കും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഏത് വർഷം തിരുമേനി വഫാത്തായത് അത് ഏതൊരു ക്രമം അനുസരിച്ചിട്ടാണോ ജിബ്രീൽ വായിച്ച് കേൾപ്പിച്ചത് അത് നമുക്ക് മനസ്സിലാവും. ഈ ക്രമവും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ തന്നെ അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരുന്നു ജിബ്രീൽ അങ്ങ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ അതിൽ നിന്ന് തന്നെ അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്, നിർദ്ദേശപ്രകാരമാണ് വിശുദ്ധ ഖുർആനിന് ക്രമം നൽകിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ ഹസ്രത്ത് അലി ഒരു കാലം വരെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു കാലം വരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അബൂബക്കർ അദ്ദേഹത്തെ വിളിപ്പിച്ചു. ഹസ്രത്ത് അലി ഹാജരായി. ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ എൻ്റെ ഖിലാഫത്തിൽ ബൈഅത്ത് ചെയ്തില്ലല്ലോ. അപ്പോൾ അലി പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ അനുസരിക്കുന്ന ആളാണ്. കൂടെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഞാൻ പ്രതിജ്ഞ ചെയ്തു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയില്ല ഏതുവരെ വിശുദ്ധ ഖുർആനെ ഞാൻ അതിൻ്റെ നുസൂലിൻ്റെ ക്രമം അനുസരിച്ച് ഞാൻ എഴുതുന്നവരെ ഞാനത് വീട്ടിൽ നിന്ന് പുറത്തുനിന്നല്ല. ഇതിന്ന് ഈ സംഭവത്തിന് മനസ്സിലാകും വിശുദ്ധ ഖുർആൻ 2 ക്രമമുണ്ടെന്ന് മനസ്സിലാക്കും. ഒന്ന് വഫാത്തിന് മുമ്പുള്ള ഒരു ക്രമമാണ്, പിന്നെ അതിന് അവതരണത്തിൻ്റെ ഒരു ക്രമമുണ്ട്. അത് ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു അത് അങ്ങനെ സംരക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകുന്നത്. ഇതിൽ നിന്ന് വിശുദ്ധ ഖുർആനിന് 2 ക്രമമുണ്ടെന്ന് മനസ്സിലാകുന്നു. പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിവിധ സൂറത്തുകളെ വിവിധ ക്രമം നൽകുകയുണ്ടായി. ഇതിൽ നിന്ന് വിശുദ്ധ ഖുർആൻ്റെ ഒരു മഹത്തായ ഒരു മുജിസ എന്ന് പറയുന്നത് അതിൻ്റെ അവതരണത്തിൻ്റെ ക്രമവും അതും മഹത്തായതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ ഇപ്പോഴുള്ള ക്രമവും അതും മഹത്തായതാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് മുജിസ? ഇതിൻ്റെ അടങ്ങിയ ഹിക്മത്ത് എന്താണ്? ആദ്യകാലത്ത് ചില ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ആ സമൂഹം എന്ന് പറയുന്നത് ശിർക്കിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലും പാപങ്ങളിൽ അകപ്പെട്ടിരുന്ന സമൂഹമായിരുന്നു. അവർക്ക് ആ കാലഘട്ടത്തിൽ നുസൂലിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ അധ്യാപനം അവർക്ക് നൽകുകയുണ്ടായി. ചില അടിസ്ഥാന അധ്യാപനങ്ങൾ അവർക്ക് നൽകുകയുണ്ടായി. അവർക്ക് ബോധ്യപ്പെടുത്തുകയുണ്ടായി, നിങ്ങളുടെ നാഥൻ ഒന്നാണ്, അവനെ ആരാധിക്കുക, തിന്മകൾ ചെയ്യരുത്, മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറുക, നല്ല രീതിയിൽ പെരുമാറുക, അതുപോലെ തന്നെ മറ്റുള്ള മുൻ സമൂഹങ്ങളുടെ പര്യവസാനത്തെക്കുറിച്ച് അവർ പറയുകയുണ്ടായി. അവരെപ്പോലെ ആയിത്തീരുന്നു പറഞ്ഞ അള്ളാഹുവിൻ്റെ വിവിധ സിഫത്തുകളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ആ സമൂഹത്തിന് ആവശ്യമായ നിലയിൽ അവർ പഠിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഇന്നതാണ്, ഇതിലേക്ക് നിങ്ങൾ തൗഹീദിലേക്ക് വരിക, കുഫറും ഷിർക്കും ഉപേക്ഷിക്കുക. ഈ അധ്യാപനങ്ങളൊക്കെ തന്നെ നുസൂലിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന് ആളുകൾ സ്വീകരിക്കുന്നതനുസരിച്ച് അവരുടെ തർബീയത്തിന് വേണ്ടിയിട്ട് അവർ അതിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു പ്രത്യേക ക്രമത്തോടു കൂടിയാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതും ഒരു മഹത്തായ ഒരു ക്രമം തന്നെയായിരുന്നു. അത്രമാത്രം മഹത്തായെന്ന് വെച്ചാൽ ഒരുപാട് പ്രവചനങ്ങളും അവരുടെ സുവിശേഷങ്ങളും അവർക്ക് അതിൽ പറയപ്പെടുകയുണ്ടായി. അവർ നിങ്ങളെ ചരിത്രത്തോടുകൂടി നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതായിരിക്കുമെന്ന്. വളരെ നിസ്സായമായ അവസ്ഥയിലായിരുന്നു ഈ അധ്യാപനങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയത്. പിന്നീടുണ്ടായത് ഒരു വിജയങ്ങൾ കാണുമ്പോൾ അവരുടെ ഹൃദയം കൂടുതൽ പ്രബലപ്പെടും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് വാസ്തവത്തിൽ നുസൂലിൻ്റെ അതിൻ്റെ അവതരണത്തിൻ്റെ ക്രമം എന്ന് പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിൽ പോവുകയും ഇസ്ലാം വിജയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഴുവൻ അറേബ്യയുടെ രാജാവായി അവർ അംഗീകരിക്കുകയും അവരുടെ ഭൗതികമതിൽ നോക്കുകയാണെങ്കിൽ ഇസ്ലാം അവർക്ക് രാജാവായിരുന്നു. അവിടെ മറ്റ് പല കൽപ്പനകളും അള്ളാഹു അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നമസ്കാരമുണ്ട്, അതിൻ്റെ നിബന്ധനകൾ എന്താണ്, നന്മകൾ എന്താണ്, നീതി എന്താണ്, ശത്രുക്കളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ മാപ്പ് നൽകണം,
മാതാപിതാക്കളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഈ അധ്യാപനങ്ങളൊക്കെ ആ സമയത്ത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അള്ളാഹു അത് അവതരിപ്പിക്കുകയുണ്ടായി. ഈ അവതരണ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു യുക്തിയാണിത്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതനുസരിച്ചാണ് അള്ളാഹു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. വിവിധ കൽപ്പനകൾ ഇറക്കിയത്. മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ പിന്നീട് ഇസ്ലാം പുരോഗതി പ്രാപിച്ചപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള അധ്യാപനങ്ങളാണ് പിന്നീട് അള്ളാഹു ഇറക്കിയത്. എന്നാൽ അള്ളാഹു അലിമു ഖബീറാണ്. അള്ളാഹുവിന് അറിയാമായിരുന്നു ഒരു കാലം വരും കോടിക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതായിരിക്കും, വിശുദ്ധ ഖുർആൻ അവർക്ക് ഒരു മാർഗദർശനം ചെയ്യുന്നതായിരിക്കും എന്ന്. അങ്ങനെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിൽ തന്നെ ആ വരാൻ പോകുന്ന ആ ക്രമവും പറഞ്ഞു കൊടുക്കുകയുണ്ടായി. മനുഷ്യനത് വായിക്കുമ്പോൾ, ഒരു പുരോഗതി പ്രാപിച്ച ആളിത് വായിക്കുമ്പോൾ പോലും അതിൽ ഒരു സൂറത്ത് എങ്ങനെയാണ് മറ്റൊരു സൂറത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് അയാൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അതെങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ്റെ അങ്ങനെയുള്ള ആ ആധ്യാത്മിക രഹസ്യങ്ങൾ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ സൂറത്തുകളുടെ ഈ ക്രമം എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ആ ക്രമം എന്ന് പറയുന്നത് അതിലും ഒരു വലിയ ഹിക്മത്തുണ്ട്. ഞാൻ ഒരു ഉദാഹരണം നൽകുകയാണ്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ. സൂറത്തുൽ ഫാത്തിഹ നോക്കുമ്പോൾ ചില യൂറോപ്യൻ ഗ്രന്ഥകാരന്മാർ പറഞ്ഞിട്ടുള്ളത് ഇത് ചെറിയ സൂറത്തെ അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ബഖറ വെച്ചതോ അത് വലുതാണ്. എന്നാൽ ഇത് തികച്ചും ശരിയായ ഒരു സംഗതിയല്ല. നമ്മൾ വായിക്കുകയാണെങ്കിൽ, നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു ദുആ പഠിപ്പിച്ചിരിക്കുന്നത് ഇതിന് സിറാത്തുൽ മുസ്തഖീം, നമ്മെ നേർമാർഗത്തിൽ നയിക്കണമേ എന്നുള്ളത്. എന്നാൽ അതിന് ശേഷം തന്നെ സൂറത്തുൽ ബഖറയെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഹുദൽ മുത്തഖീൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ദുആ പഠിപ്പിച്ചു, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്വീകാര്യതയെ സംബന്ധിച്ച് അള്ളാഹു അതിൻ്റെ അടയാളം കാണിക്കുകയുണ്ടായി. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീൻ എവിടെയാണ് മനുഷ്യന് ഹിദായത്തിന് വേണ്ടിയുള്ള മാർഗം തേടുമ്പോൾ കൂടെ തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ മുത്തഖീൻ, ഈ ഗ്രന്ഥമാണ് നിങ്ങളുടെ ദുആയുടെ സ്വീകാര്യതയുടെ പൂർത്തീകരണമാണ് ഇതിൽ കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സൂറത്തിനും അതിൻ്റെ അടുത്ത സൂറത്തുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അതിൽ വലിയ യുക്തി അടങ്ങിയിരിക്കുന്നുണ്ട്. അതിൽ ഖലീഫത്ത് മസീഹ് സാനി റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ ഇത് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഈ എല്ലാ യുക്തികളും ഹിക്മത്തുകളും വിവരിച്ചിട്ടുണ്ട്. അതിൽ ഖലീഫത്ത് മസീഹ് റാബി റളിയല്ലാഹു തആലയുടെ തർജുമത്തുൽ ഖുർആൻ, അതിലും ഓരോ സൂറത്തിൻ്റെയും ആമുഖത്തിലും അത് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സൂറത്ത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള സൂറത്തുമുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് വളരെ അതിലൊരുപാട് ഹിക്മത്തുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 2 വിധത്തിലുള്ള ക്രമമുണ്ട്. 2 ക്രമങ്ങളും അത് അള്ളാഹുവിൻ്റെ കൽപ്പനയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ തന്നെ അത് പൂർത്തീകരിക്കപ്പെട്ട ഒന്നാണ്. 2 ക്രമത്തിലും വലിയ യുക്തികളുണ്ട്. അത് വിശുദ്ധ ഖുർആൻ്റെ ഒരു മുഅ്ജിസ ആണെന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ അവതരണത്തിൻ്റെ ക്രമവും അടിസ്ഥാനത്തിലും അത് മഹത്താണ്. അതുപോലെ തന്നെ പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നൽകിയിട്ടുള്ള പിന്നീടുള്ള ക്രമവും അതും മഹത്തായത് തന്നെയാണ്. ഇത് വിശുദ്ധ ഖുർആൻ്റെ ഒരു മഹത്തായ ഒരു മുഅ്ജിസ തന്നെയാണ്. ജസാക്കുമുല്ലാഹു ജസാ. പ്രേക്ഷകർ ഇതോടൊപ്പം നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. അവസാനം ഞാൻ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറയുന്നു, വിശുദ്ധ ഖുർആൻ ഒരു സമഗ്ര ജ്ഞാനം ഉൾക്കൊള്ളുന്നതാണെങ്കിലും ഒരൊറ്റ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ എല്ലാ അറിവുകളും പ്രകടമാകണമെന്നില്ല. എന്നാൽ എങ്ങനെയൊക്കെ പ്രയാസങ്ങൾ മനുഷ്യൻ നേരിടേണ്ടി വരുമോ അതനുസരിച്ച് വിശുദ്ധ ഖുർആൻ്റെ അറിവുകൾ തുറക്കപ്പെടുന്നതായിരിക്കും. എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെ പ്രയാസങ്ങൾക്കനുസരിച്ച് ആ പ്രയാസങ്ങൾ നീക്കുന്ന ഗുരുക്കന്മാർ അവതരിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഷാത്തുൽ ഖുർആൻ റുഹാനി ഖസായിൻ ജിൽദ് 6. ഇതോടുകൂടി ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ തുടരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर
خدا پاؤ گے، لو تمہیں طور تسلی کا بتایا